എപ്പോ വരാൻ പറഞ്ഞ? നീ എന്താ വൈകിയേ? അതെ, കുറച്ച് തിരക്കായിരുന്നു. ഇന്ന് നീയാ വരുന്നേ? എന്താ നോക്കുന്നേ? നിന്റെ കണ്ണില് നിറയെ നക്ഷത്രങ്ങളാണോടി. നീ നക്ഷത്രം വന്നാ തല്ലല്ലേടി പിശാചേ. ഇതിങ്ങോട്ട് കേറി പോന്നേ. ആ പായെടുത്തേ. ഈ നേരത്താണടി പായെടുക്കണേ. അവിടെ അനിമലേ 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 മിണ്ടാതെ അവിടെ ഇരുന്നോ. മിണ്ടല്ലേ. നീ ഇതുവരെ ഉറങ്ങിയില്ലേടി? പകല് മുഴുവൻ ടി വി കണ്ടോണ്ടിരുന്നോളും. ഈ നേരത്താണോ ഇരുന്ന് പഠിക്കുന്നത്? പോയി കിടന്നുറങ്ങ്. ശരി, ഞാനൊന്നും പഠിക്കുന്നില്ല. പിന്നെ എക്സാമിന് എങ്ങനെ തോറ്റുപോയാൽ എന്നെ ഒന്നും പറഞ്ഞേക്കരുത്. കൊല്ലും ഞാൻ തോറ്റാല്. ആ ലൈറ്റ് ഒന്ന് ഓഫ് ആക്കിയേക്ക്. നിന്റെ ഇംഗ്ലീഷ് പരീക്ഷ ഇന്നലെ കഴിഞ്ഞല്ലേ? അതിനിപ്പോ എക്സാം കഴിഞ്ഞാൽ പഠിക്കാൻ പാടില്ലേ? പഠിക്കുന്ന ഒരു മോള്. അയ്യോ, ഈ പായ എവിടെ ഇരിക്കായിരുന്നോ? വെറുതെ അല്ല ഞാൻ ഉച്ചക്ക് നാളെ രാവിലെ പാവയ്ക്ക് ഉണക്കുന്നേരം എടുത്തോ. നീ പോടി. അയ്യോ, ഇവനേതാടി? വന്ന് കണ്ട ആമ്പിള്ളേരെ വീട്ടിൽ കയറ്റാൻ തുടങ്ങിയോടി നീ. ഇതിനെ കൊല്ലടി. നിന്റെ മോളിന്റെ കിടപ്പ് ഞാൻ ഇന്നത്തോടുകൂടി തീർത്തു തരാടി. അമ്മയൊന്നും പറയണ്ട, ഞാൻ അവനെ കേട്ടതോളൂ. അപ്പൊ വിളിച്ചു പറഞ്ഞിട്ടേ ഇന്ന് രാത്രി ഞാൻ നിനക്ക് കെട്ട് നടത്തി തരാടി. വൃത്തിയായിട്ടവളെ കാണിച്ചു തരാം ഞാൻ. എന്തു പറ്റടാ? നീ കാര്യം പറ. അവളുടെ തള്ളൊന്ന് ചെകളോതി. അവരുടെ കൈക്ക് എന്ത് തഴമ്പാടോ. വെടിപ്പായിട്ടുണ്ട്. നീ നേരെ വീട്ടിൽ കയറി പോയിക്കോ. ഇനി ഈ വക കാര്യത്തിന് എന്നെ വിളിക്കാൻ നിൽക്കതട്ടാ. അല്ലാണ്ട് നാട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. ഇനി ഇതിന്റെയും കൂടി കുറവുള്ളു. അതെ, ഭയങ്കര ചെവിയാനാ. വീട്ടിലിപ്പോ എന്താ പറയും? അങ്ങോട്ടെ കാണിച്ചേ. അതെ, 4 വിരലിന്റെ പറയുന്നുണ്ട്. ഒരാളുടെ ആധാർ ലിങ്ക് ചെയ്തെന്ന് പറഞ്ഞു. ഒന്ന് കോപ്പ അവിടുന്ന്. എന്നാ ചകളപ്പം കിട്ടിയെന്ന് പറയടാ. എന്തൂട്ടാ? ചിഞ്ചുലിന്റെ തള്ളേ കെവിനെ ചെകളം കുത്തിയിട്ടാ. നല്ല അസലായിട്ട് 4 വിരലും പതിഞ്ഞിട്ടുണ്ട്. അവൻ കരഞ്ഞില്ലാന്ന് മാത്രേ ഉള്ളു. എന്തായാലും നീരൊക്കെ ഒന്ന് ഉറപ്പാ. പിന്നെ അതേടാ, അത് കലക്കിയിട്ടുണ്ടല്ലോ. ഇനി നാളെ ഇതും പറഞ്ഞുകൊണ്ട് ആന്റി ഇങ്ങോട്ട് വരുമല്ല. നീ ഇപ്പൊ തന്നെ അവനൊന്ന് ചൂടോടൊന്ന് വിളിച്ചേരി. എന്നാ ശരി, ഞാനവനൊന്ന് വിളിച്ചോട്ടെ. ബെസ്റ്റ്. കിടക്കാണ്. ഹലോ ഹലോ, കെവിൻ അല്ലേ? അതെ, ഞാൻ ബ്രൂലിന്റെ അപ്പുറം. നിന്നെ ഒന്ന് കാണണം എനിക്ക്. ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാട്ടാ. കുരുമുളക് തീർന്നുട്ടാ. അല്ല, നിനക്ക് എന്താ ഇത്ര പരവേശം? വെള്ളം അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ.
അമ്മ ചിഞ്ചുലിൻ്റെ കൂടി ആൾക്കാർ വരും. ഏ? എടാ അവരെത്ര പേരുണ്ടാവും? നീ ഒരു കാര്യം ചെയ്, പോയി 2 പാക്കറ്റ് പാലും എന്തേലും വറവരി വാങ്ങിട്ടുവാ. അവർക്ക് ചായ കൊടുക്കണ്ടേ? എന്റെ പൊന്നുകളെ, അവരുടെ മോളെ കെട്ടിച്ചേരാൻ വേണ്ടി വന്നല്ല, അവരെന്നെ തല്ലിക്കൊല്ലാൻ വേണ്ടി വന്നാണ്. ഓ മനുഷ്യന് നാണം കെടുത്താനായിട്ട് നല്ല പട്ടിയെ വളർത്തിയാ മതിയായിരുന്നു. അയ്യോ ഇത് കരിഞ്ഞ്. അടിപൊളി 4 പേരിലും പക്ക. നീ അങ്ങനെ നമ്പർ കിടോ? എന്തായാലും നല്ല കീറാൻ കിട്ടിയേക്കണ. നീ ചായ കുടിച്ചൊക്കെ മതി. ഒരു തന്നടാ. അയ്യോ ഇത് ഞാൻ ശരിയാക്കാം. എന്താ ഇളി. മുട്ടയുടെ ഇന്നൂല്ലേ? ഇത് വലിയ കഷ്ടമല്ലേ? ആ തിളച്ച ഇന്നും കൂട്ടിൽ മുട്ടയില്ല. നിങ്ങൾക്കൊന്ന് ചോദിക്കാമോ? ഇപ്പൊ പറ്റിയ സമയമുണ്ട്. നീ ഒന്ന് പോയേ മേരി. കാലത്തെ വേറെ വല്ല പണിയും നോക്കും. വഴി മുട്ടയിട്ടിട്ടുണ്ടാവില്ല. ഇതിപ്പോ ഞാൻ തന്നെ ചോദിക്കേണ്ടി വരും. മുട്ട കാലത്ത് ഇടൂലേ? ഇതും പോയത് തന്നെയാണ്. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. അപ്പൊ ഞങ്ങൾ ഇറങ്ങുവാണേ. ആ അവനെയും കൂടെ കൊണ്ടുവെക്കോ. അവൻ രാവിലെ എങ്ങാണ്ട് പോയല്ലോ. നിങ്ങൾ കുളിച്ചാ? വേണ്ടായിരുന്ന ആ കഴിക്കുമോളെ. അവള് കഴിച്ചു തന്നെ. ഒന്ന് ചോദിക്കോ? എന്ത്? 2 ദിവസം ഇപ്പൊ മുട്ട കാണാത്തത്. ഇതൊരു ശല്യമായല്ലോ. അവൾ അമ്മായിയുടെ ഒരു കോഴിയും മുട്ടയും. എന്നാ അത് കഴിക്കണമെങ്കിൽ ഇത് കൊടുക്ക്. അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ഒരു തെണ്ണൂല്ലല്ലോ. നീ പൊടി. തീകലേക്ക് കൊണ്ട് ഉച്ചയ്ക്കുന്നോ? ആ പുള്ളി എന്തായാലും ആവട്ടെ, വാ. വർഗീസേ, ഒന്ന് ഇപ്പുറത്തേക്ക് വന്നേടാ. അപ്പനെന്തിയാ മോളെ? തോമസേട്ടന്റെ വീട്ടിൽ പോയിക്കാ. ബ്രിട്ടാസ് കാലിൽ ഉണ്ടല്ലോ. അമ്മേ ദേ വിളിക്കണു. എന്താ ചോദിച്ചേട്ടാ? ഒന്നുമില്ല. അതെ ഞങ്ങളുടെ കോഴി വന്ന് നിന്റെ വീട്ടിൽ മുട്ടിയിട്ടാ? ഇല്ല. എന്താ ചേച്ചി? ആ ഞാൻ പറഞ്ഞില്ലേ, വാ പോവാ. ഒന്ന് അവിടെ വെച്ചാ നോണ. ഞാൻ കണ്ടല്ലേ നിങ്ങളുടെ സൺഷൈഡിൽ കോഴിയൊക്കെ എടുത്ത്. സൺഷൈഡിലോ? അന്ന് അവിടെ ഉണ്ടാവും. ആ സൺഷൈഡിലൊന്ന് കയറി നോക്കിയേ. എന്തിനാണ് പിന്നെ ഈ നാടകം കളിക്കണത്? നാടകോ? ചേച്ചി എന്താണ് ഈ പറയണത്? ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുതരില്ലേ? ആ എന്തിനാ എന്റെ മേരി ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒരു മുട്ടയുടെ കാര്യമല്ല, അവരെടുത്തോട്ടെ. നീ വാ. ഒന്നല്ല ഇപ്പൊ 2ആയി. ജോർജ് ചേട്ടാ ആ പറഞ്ഞത് ശരിയായില്ല. ചേച്ചി ഇങ്ങോട്ട് വന്നേ, നോക്കിട്ട് പോയാ മതി. എന്തു അപ്പ അത്? അവക്കാരാണ്ട് കോഴി മുട്ടയിൽ സുദ്രം ചെയ്ത് കൊടുത്തെന്നാ തോന്നണേ. അല്ലാതെ പിന്നെ നീ കയ്യിന്ന് വിട്. ഞാൻ സംശയം ചോദിച്ചാണ്. ഇത് എന്താണ്? കേറി നോക്കിട്ട് പോയാ മതി. ഇവക്കടെ ഒരു കാര്യം വിടാൻ. നോക്കിട്ട് പോയാ മതി.
ചേച്ചി എടി മീനെ, നീ അധികം വർത്താനം പറയാൻ നിൽക്കണ്ട. എല്ലാം എനിക്ക് മനസ്സിലായി. മതി. എടി കൊച്ചേ, നീ എന്ത് കാണാൻ നിൽക്കുന്നു? നീ ഇറങ്ങി ഓടി. ചേച്ചി ഇത് നിങ്ങളുടെ കോഴിയുടെ ഞാൻ മുട്ടയാണ്. പറഞ്ഞത് ഇപ്പൊ എന്തായി? മുട്ടതേ തട്ടിലി 1 അല്ല 2 എണ്ണം. എന്റെ പൊന്നു ചേച്ചി അത് കടയിൽ നിന്ന് വാങ്ങിച്ചതാന്ന് പറഞ്ഞില്ലേ? പെണ്ണുമ്പളെ വേറെ ചൊറിഞ്ഞ വർത്താനം പറഞ്ഞല്ലോ. നിന്റെ പേരുടെ മോളെ കോഴി ഇരിക്കണം ഞാൻ കണ്ടില്ല. ഓ എന്റെ ജോർജ് ഞാൻ പറഞ്ഞതാ. എന്തൊക്കെയാണ് ഈ പറയണത്? നീ എന്താടി പറഞ്ഞത്? നിന്റെ ഓർജ്ജ നീ അങ്ങോട്ട് കയറി കയറി പോണത്. എടി, ഇങ്ങോട്ട് അയ്യോ കേറ്. എന്നാ ഞാനിവിടെ ഒരു ബോർഡ് വെച്ചേക്കാം. കോഴികൾക്ക് പ്രവേശനം ഇല്ലാന്ന് പറഞ്ഞു. എന്റെ എടി, തള്ള അതിന്റെ വല്ല തീറ്റ തടി പോയതായിരിക്കും. എവിടെയെങ്കിലും പോയി നോക്കടി. അതിന് എനിക്കെന്താണ്? അമ്മച്ചി ഇവിടെ മുട്ടൊന്നുമില്ല. നീ ഇങ്ങോട്ട് ഇറങ്ങി ഓടി. അവിടെ എന്തിനാണ് നോക്കണത്? എടി, അതല്ല ഇപ്പുറത്ത് ഇറങ്ങടി. ഇപ്പൊ പഠിച്ചത്. ഇറങ്ങ് മേരി, ഇപ്പുറത്ത്. ഓ, എടി, ഇങ്ങോട്ട് ഇറങ്ങാൻ. എടി, നീ എന്നെ എന്തിനാണ് ഈ നോക്കി പേടിപ്പിക്കുന്നേ? എന്താ ജോറിയുടെ പ്രശ്നം? മുട്ട അല്ലാതെന്താ? എന്താടി പിന്നെ പ്രശ്നം? എന്റെ പൊന്നു ചേട്ടാ ഈ തള്ള ഞാൻ മുട്ട കട്ടെന്ന് പറഞ്ഞിട്ട് എടാ പറയസേ, ഇതിന്റെ വല്ല കാര്യമുണ്ടോ? എന്റെ മുട്ട അടിച്ചു പറ്റേണ്ട കാര്യമുണ്ടോ? ഒരു പ്രശ്നവും ഇല്ല വർഗീസ്, അത് എന്നെ ഇവിടുത്തെ പ്രശ്നം. എടി പിന്നെ നീ പോയി ചായ എടുത്തു ചെടി. ആ, ചായ മതി. മേരി വീട്ടിൽ കയറ്, വീട്ടിൽ കയറ് മേരി. എന്നാ ഞങ്ങള് പോവാട്ടോ. വാ. ഞാൻ പറയുന്നില്ല. ഇങ്ങ് വന്നേ. അതെ ഞാൻ വിളിക്കാട്ടോ. ശരി ബൈ. അമ്മേ ജീവനാകും പോയാ? ഈ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നിനക്കറിയാമോ? കാലത്ത് ഇറങ്ങിപ്പോവും, രാത്രി ആകുമ്പോൾ ഇങ്ങോട്ട് കയറി വരും. അതെ പിന്നെ ആ വറീസിന്റെ ചെറുക്കനായിട്ടുള്ള കൂട്ടുകെട്ട് ഇന്നോടെ അവസാനിപ്പിച്ചോ. അമ്മക്കെന്താ പ്രാന്തായ? കാര്യം അന്വേഷിക്കാൻ വന്നേക്കണം. അവിടെ കഴിക്കാൻ ഏത് നേരം ടി വിയിലിട്ട് നോക്കിയിരിപ്പാണ്. ചെറുക്കൻ പറഞ്ഞ പോലെ നിനക്ക് പ്രാന്തായോടി? വന്ന് ക്ഷമ ചോദിക്കണം. കത്താർക്കാണ്? കത്തും കമ്പി ഒന്നല്ല. അതെ അവിടെ നിന്നേ. ഇനി നമുക്ക് ആ മേരിയുടെ വീട്ടുകാരായിട്ട് ഒരു ഇടപാടും വേണ്ട കേട്ടാ. നിങ്ങൾക്ക് എന്തിന്റെ കാര്യമാണ്? കാലത്തൊരു കുഴപ്പമുണ്ടായില്ല. കുഴപ്പം കൂടുതലില്ലാണ്ടിരിക്കാനാണ് ഞാനീ പറഞ്ഞത്. കൂടെ ഒരു കോഴി ഇങ്ങോട്ട് വരട്ടെ, കൊന്നു വരവിക്കുന്നു. അതെ, കോഴിക്കറിയാ ഫ്രൈ എന്തുവേണേലും വെക്ക്. ഇപ്പൊ കഴിക്കാൻ വല്ല ഉണ്ടാ? എന്തത്ര കളിക്കാൻ? അതെ നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. വന്നില്ലെങ്കിൽ ഇന്നിവിടെ സത്യം ചെയ്തിട്ട് എല്ലാരും കഴിച്ചാ മതി. എന്നാ കഴിക്കണില്ലെന്ന് സത്യം ചെയ്തേക്കാം. എടി പിന്നെ തിരിച്ചു ചോറെടുത്തടി. ചോറൊക്കെ പിന്നെ ആദ്യ സത്യപ്രതിജ്ഞ. ആ കൈ ഇങ്ങോട്ട് ഇവിടെ നീട്ടി. ഇലക്ഷൻ ജയിച്ചാ ഡാ, നീ അവിടെ എന്തെടുക്ക? ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വാടാ, നിന്റെ തള്ളയുടെ സത്യപ്രതിജ്ഞ ഉണ്ടേ. നിനക്ക് ഈ പ്രത്യേക ക്ഷണം വേണം. ആ അമ്മ എന്തിനാ ചൂടാണ്? അവൾ അവിടെ ഇരുന്ന് കണ്ടാ പോരെ? പോരാ, ഇതേ കുടുംബം മുഴുവൻ വേണം. ആ എന്നാ മോ മാത്രം ഒഴിഞ്ഞു മാറണ്ട. പിടിക്ക്. ഇന്ന് ഈ സമയം മുതൽ ഏറ്റു ചൊല്ലു മനുഷ്യ. അങ്ങാട് ചൊല്ലിയാ മതി. മേരിയുടെ വീട്ടുകാരുമായി ഞങ്ങൾക്ക് യാതൊരുവിധ ബന്ധവും ഉണ്ടാകുന്നതല്ല. ഈ വാക്ക് മാറണമെങ്കിൽ മേരി വന്ന് ക്ഷമ ചോദിക്കണം. ഒന്ന് പോയേ ക്ഷമ. പിറ്റേന്നും പറഞ്ഞ് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ. ഈ അമ്മക്ക് പ്രാന്താണ്. നീ ഒന്ന് പോയേ, ചോറോളമ്പേ. ക്ഷമയുണ്ടാക്കാൻ നടക്കണ്. എന്താടി ഒരുമാതിരി? അയ്യാ ഛെ, മ്ലേച്ഛം. വെറുതെ വേല കളയാൻ വേണ്ടി. അയ്യോ എന്തെങ്കിലും പറ്റിയാടാ? പ്രശ്നമില്ലടാ, ഇതിനുള്ള മരുന്നൊക്കെ എനിക്കറിയാം. മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് ഒരു പ്രത്യേക രീതിയിൽ കലക്കി കുടിച്ചാൽ മതി. ഇന്ന് നീ ഇവിടെ മുട്ടയിട്ടാ മതി. വലിച്ചു പൊട്ടിക്കാൻ നോക്കണ്ട. മുട്ടയിട്ട് കഴിഞ്ഞ് ഞാൻ അയച്ചു കിട്ടോളാം. നോക്കിയേ. അതെ, ഞാൻ ആ സ്ഥലത്തിന്റെ കാര്യം അറിയാൻ വന്നാണ്. എന്താ അറിയണ്ടേ? അത് എത്ര സെന്റ് സ്ഥലമുണ്ട്? അല്ല ഇതാരാണ്? എന്തൊക്കെയാണ് വിശേഷം? നല്ല വിശേഷം ചേച്ചി. ഈ പറമ്പ് എത്ര സെന്റ് ആണ്? അത് 4.5 സെന്റ് സ്ഥലം. 4.5 സെന്റാ? അപ്പൊ ഈ വഴി 2 കൂട്ടർ കൊണ്ടുകൊള്ളാണോ? ഏയ്, ഞങ്ങളുടെ ആധാരത്തില് ഇതവിടം വരെ ഉണ്ട്. അത്രയും വരെ. ഇത് ഞങ്ങളുടെ വഴിയാണ്. ഇത് ആർക്കും വഴിയില്ല. ഞങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും വേലി കേട്ടാ. നീ വിടാനടാ, നിനക്കൊല്ലം അറിയാമോ? ഇതൊക്കെ ഇപ്പൊ പറഞ്ഞില്ലെങ്കിലേ ആ നേരത്ത് കൊലപാതകം നടക്കും. അല്ല വർഗീസേട്ടൻ പറഞ്ഞതേ
നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും കൂടിയുള്ള വഴിയാണെന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ അതെങ്ങനെ ശരിയാവും? അതൊരിക്കലും ശരിയാവില്ല. ഇതിപ്പോ എത്ര പേര് വന്ന് നോക്കിയിട്ട് പോയതാണ്. എന്നാ പോട്ടെ എന്നാ. ആ